മോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെൻറ് എത്ര വലിയ ജനാധിപത്യ ദംസനമാണ് നടത്തുന്നത്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഒരു മര്യാദ വേണ്ടേ? മര്യാദയൊക്കെ പാലിച്ചിട്ടുണ്ടല്ല. കഴിഞ്ഞ നവംബർ മുതലോ ഒക്ടോബർ മുതലോ മറ്റോ 9 സമൻസ് അയച്ചു അങ്ങേർക്ക്. അങ്ങേര് ഈ സമൻസ് തടയാനായിട്ട് കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി പലതവണ കയറി ഇറങ്ങി. അവസാനം ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ 9ാമത്തെ സമൻസിലാണ് ഹൈക്കോടതി പറഞ്ഞത്, എന്തെന്നാണ് ചോദ്യം ചെയ്യാനെന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാത്തത് എന്താ? അല്ല, എന്നെ അവർ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, ഞങ്ങളിതിൽ ഇടപെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തള്ളി. അങ്ങനെയാണ് മൂപ്പരെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അതിൽ മര്യാദകളെന്താ? അല്ല, ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം. അയാൾ മുഖ്യമന്ത്രി ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഈ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളെ? ഇങ്ങേരുടെ കൂടെയുള്ള 2 പേരുണ്ടല്ലോ, സഞ്ജയ് സിംഗും മനീഷ് സിസോദിയയും. നാളെ എത്രയായി ജയിലിൽ കിടക്കുന്നു? എന്താ ജാമ്യം കിട്ടാത്തവർക്ക്? ഇവർ ഈ മദ്യനയം വെച്ച് കാശുണ്ടാക്കി ഇവിടെ കേരളത്തിൽ ബാറ് വിറ്റ് കാശുണ്ടാക്കുന്നില്ലേ? അതുപോലെ അത് ഉണ്ടാക്കിയത് മാത്രമല്ല, അത് ഒപ്പിട്ടത് മുഖ്യമന്ത്രിയാണ് മദ്യനയം. അതിൽ കാശ് മേടിച്ചു. എവിടെ നിന്ന്? സൗത്ത് എന്ന് പറഞ്ഞൊരു കമ്പനി. അതാണ് നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത. അവരാണ് അതിൻ്റെ മെയിൻ പാർട്ട്ണറോ അങ്ങനെ എന്തോ. കാരണം ഇതെല്ലാം ഒരുപാട് കെട്ടുപണഞ്ഞ് കിടക്കുമല്ലോ പല രീതിയിൽ. അവരുടെ ഓഡിറ്റർ, ഇയാളുടെ പ്യൂൺ, മറ്റേയാളുടെ ഡ്രൈവർ, ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് കൂട്ടിക്കെട്ടുന്നത്. ഈ സാധനം മുഴുവൻ അഴിച്ചെടുത്തിട്ട് സഞ്ജയ് സിംഗിനെ അവർ അറസ്റ്റ് ചെയ്തു. ഇതുവരെ കോടതി ജാമ്യം കൊടുത്തില്ല. മനീഷ് സിസോദിയ ഇന്ത്യൻ ധാർമ്മികതയുടെ വലിയ തമ്പുരാനാണ് അയാൾ തലകുത്തി പറഞ്ഞിട്ട് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നില്ല. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചവനും താഴെ ഒപ്പിട്ടവനുമാണ് അരവിന്ദ് കെജ്രിവാൾ. ആ തമ്പുരാനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീണു. അല്ല, അപ്പോൾ കാര്യം വ്യക്തമാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, ജയിലിലാക്കണം. അതല്ല, ഈ മദ്യനയം കൊണ്ടുവന്നു, അതിന് കാശ് മേടിച്ചു. എന്നിട്ട് അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ മദ്യനയം പിൻവലിച്ചു, അതിന് കാശ് മേടിച്ചു. അതാണ് അതുകൊണ്ടാണല്ലോ ഇവർക്ക് ജാമ്യം പോലും കിട്ടാത്തത്. ശരിയാണ്, തെളിയിക്കപ്പെടാനുള്ളതാണ്. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് ഇയാൾ കംപ്ലീറ്റ് തെളിവും കിട്ടി കോടതിയിൽ ഇയാളെ വിചാരണയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതുപോലെ കോടതി ശിക്ഷിച്ച് കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യും. ഇല്ല, എങ്ങും പോകില്ല. അയാൾ അപ്പീൽ പോകും ഹൈക്കോടതിയിൽ. ഹൈക്കോടതി വിധിയും കൂടെ വന്നിട്ടല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അയാൾ സുപ്രീം കോടതിയിൽ പോകും. അതും കൂടെ കഴിഞ്ഞിട്ടല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല CRPC IPCയും വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കുറ്റവാളിയാണെന്നുള്ള മിനിമം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, നിങ്ങളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും, നിങ്ങളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. ഈ പ്രൊസീജിയറൊക്കെ നിയമത്തിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്പുരാനാണ്, ഞാൻ സുപ്രീം കോടതിയും എൻ്റെ കേസ് പരിശോധിച്ച് എൻ്റെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ അതിന് ഞാൻ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും, അതിന് ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കും. അതും തള്ളിക്കഴിയുമ്പോഴേ എന്നെ അറസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് ഇയാൾ ആരുക? ഈസി എബവ് IPC ഓർ CRPC? ഹൂ ഈസി? ഇന്ത്യയിലൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട്, അവരാരും ഈ തമ്മിടത്തരം കാണിച്ചില്ലല്ലോ. ഒരുപാട് നിങ്ങൾ അഴിമതി കൊണ്ട് നിങ്ങൾ പത്രത്തിൽ എഴുതി വെച്ചാൽ പോരാ. ദർ ഹാസ് ടു ബി സം എവിഡൻസ്, സോളിഡ് എവിഡൻസ്. ഇങ്ങർക്കെതിരെ സോളിഡ് എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു. ബാക്കി എന്തെല്ലാം പറയുന്നു, പിണറായി വിജയനെ പറ്റി 100 അഴിമതി ആരോപണം പറയുന്നു, സ്റ്റാലിനെ പറ്റി പറയുന്നു. അത് തോന്നിയ ദിവസം രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അവരെയൊന്നും ആരും അറസ്റ്റ് ചെയ്യാറില്ലല്ലോ. പക്ഷേ സോളിഡ് എവിഡൻസ് കയ്യിൽ വെച്ചുകൊണ്ട് ഇയാളുടെ ഡെപ്യൂട്ടികളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയിൽ അവർ ജയിലിൽ കിടക്കുമ്പോൾ ഇയാൾ മാത്രം യോഗ്യനായിട്ട് അങ്ങ് നടക്കുക. അതും 9 തവണ സമൻസ് അയച്ചിട്ട്. 9 തവണ. കഴിഞ്ഞ ഒക്ടോബർ മുതലോ നവംബർ മുതലോ ഇങ്ങർക്ക് സമൻസ്. ഇങ്ങർക്ക് എന്താ ഒന്ന് പോയി ഹാജരായിട്ട് എനിക്കിതിലെ യാതൊരു പങ്കുമില്ല. ഇങ്ങർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പോളിസിയിൽ ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ലഫ്റ്റനന്റ് ഗവർണറാണ്. അതിനെ തുടർന്നാണ് ED ഇതിൽ പറഞ്ഞതുപോലെ. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ED അന്വേഷണമൊക്കെ ഉണ്ട്. പക്ഷേ അത് അറസ്റ്റ് ചെയ്യാത്ത ഓൾ ഇന്ത്യ ലെവലിൽ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ED അന്വേഷണം ഇല്ല കേരളത്തിൽ. എനിക്ക് തെറ്റിപ്പോയതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല. മുഖ്യമന്ത്രിയുടെ പേര് പ്രതിസ്ഥാനത്താണെന്ന് പറഞ്ഞുള്ള അലിഗേഷൻസ് ഉണ്ട്, വെളിപ്പെടുത്തലുകളുണ്ട്. അലിഗേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആളിനെ? അലിഗേഷൻ എന്തെല്ലാം അലിഗേഷൻ നടക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് അന്യോന്യം സുഖമായിട്ട് ചെളിവാരി എറിയാറുണ്ട് ആൾക്കാർ. അത് വെച്ചിട്ടൊരു ഏജൻസിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സസ്പീഷൻ ഈസ് നോട്ട് ആൻ എവിഡൻസ്. സസ്പീഷൻ ഹൗസോ എവർ സ്ട്രോങ്
ഈസ് നോട്ട് ആൻ എവിഡൻസ്. അല്ല, ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിശബ്ദനാക്കുകയല്ലേ ലക്ഷ്യം? ഇത് അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഇത് ഹാജരായി കഴിഞ്ഞാൽ തീരുമായിരുന്നല്ലോ. അപ്പോൾ ജയിലിൽ പോകൂലേ? അപ്പം ജയിലിൽ പോയി കഴിഞ്ഞാൽ ജാമ്യത്തിലെങ്കിലും പുറത്തിറങ്ങാമായിരുന്നല്ലോ. നിശബ്ദനാവേണ്ട കാര്യമില്ല, മൈക്ക് വെച്ച് പ്രസംഗിക്കാമായിരുന്നല്ലോ. പക്ഷേ എനിക്ക് ശശി തരൂർ പറഞ്ഞതിലാണ് വിശ്വാസം. അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളപ്പോൾ ശുദ്ധ മര്യാദകേടാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അല്ല, അത് ഈ മര്യാദകേട് മര്യാദകേട് നോക്കിയിട്ടല്ല ഏജൻസി പ്രവർത്തിക്കുന്നത്. ലീഗലാണോ ഇല്ലീഗലാണോ നോക്കിയിട്ടാണ്. അല്ല, അത് നോർമലാണോ അബ്നോർമലാണോ നോക്കിയിട്ടല്ല. മര്യാദ എന്നൊരു വാക്കൊന്നും കോടതിയിലില്ല, മനസ്സിലായോ? നിയമത്തിൽ മര്യാദയൊന്നുമല്ല നോക്കുന്നത്. നിയമമാണോ നിയമവിരുദ്ധമാണോ ഇത്രയും നോക്കുന്നുള്ളൂ. ശരിക്കും എന്താ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് എന്താ? കേസ് ഈ ഡൽഹിയിൽ ഒരു മദ്യനയം, ഡൽഹി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു 60% പ്രൈവറ്റ് ഔട്ട്ലെറ്റാണ് നമ്മളുടെ ബിവറേജസ്. പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന പോലെ, ഇപ്പോൾ കേരളത്തിലുള്ള പോലെ ബിവറേജസ് പ്രൈവറ്റ് ഇല്ലല്ലോ. ഡൽഹിയിലുണ്ടായിരുന്നത്, ഡൽഹിയിലുണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു പ്രൈവറ്റ്. പണ്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. കേട്ടതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അധികകാലം മുമ്പൊന്നുമല്ല, 1980s പ്രൈവറ്റ് കടയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാം, എറണാകുളത്ത് നമ്മളുടെ ഇത് പാർത്ഥാസ് ഉണ്ടല്ലോ, MG റോഡിൽ. പാർത്ഥാസിൻ്റെ താഴെ ഇടതുവശത്തായിട്ട് ഒരു കട, MG റോഡിൽ ഒരു മെയിൻ മദ്യക്കട അതായിരുന്നു. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെ കൗണ്ടർ പോലെ നീണ്ട കൗണ്ടർ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇന്ന സാധനമുണ്ടോ ഇന്ന സാധനമുണ്ടോ എന്ന് ചോദിക്കാം. അത് അവരെടുക്കും, പൊതിഞ്ഞ് തരും. അന്ന് പ്ലാസ്റ്റിക് കിറ്റില്ല, കുപ്പി ഇങ്ങനെ കടലാസിൽ പൊതിഞ്ഞ് തരും. അതുമായിട്ട് ആൾക്കാർ പോകും. കേരളത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഇപ്പോൾ സർക്കാർ എടുത്തു, അത് ബിവറേജസ് ഔട്ട്ലെറ്റായി. ഇതുപോലെ ഡൽഹിയിൽ പ്രൈവറ്റ് ബിവറേജസ് ഔട്ട്ലെറ്റ് 60% അവരും 40% സർക്കാരുമായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്തു? ഈ 60-40% നമ്മുടെ കേരളത്തിലെ പോലെ ബിവറേജസ് ഔട്ട്ലെറ്റ് തൊഴുത്തുകളാണ്. കാശ് കൊടുത്താണ് ഒരുത്തൻ മദ്യം വാങ്ങുന്നത്. അവന് കാലുകുത്താനൊരു സ്ഥലം വേണ്ടേ? അത്ര വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് ഡൽഹിയിലും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മര്യാദകൾ മാത്രം അവരുടെ മുറ്റം ഒന്ന് അടിച്ചു വാരിയിടും, അവിടെ കാലെങ്കിലും കുത്താം. ഇങ്ങനെയൊക്കെയായിരുന്നു ഡൽഹിയിലെ അവസ്ഥ. അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയം മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് 80% മറ്റോ സർക്കാരിൻ്റെ ആക്കി, 20% പ്രൈവറ്റ്, അല്ല 80% പ്രൈവറ്റും 20% സർക്കാരും ആക്കി. ഇങ്ങനെ പെർസെൻറ്റേജ് മാറ്റി. എന്നിട്ട് ലേലം ചെയ്ത് കടകൾ കൊടുത്തു. ആ ലേലത്തിൽ കൃത്രിമം കാണിച്ചിട്ട് അയാളുടെ സ്വന്തക്കാർക്ക് ലൈസൻസ് കൊടുത്തു. കുറേ അതല്ലാത്തവർക്കും കൊടുത്തു. ഈ സ്വന്തക്കാരെല്ലാം ചേർന്നിട്ട് ഒരു കാർട്ടൽ ഉണ്ടാക്കിയിട്ട് ഈ കവിതയുടെ സൗത്ത് എന്ന് അവർക്ക് ബ്രൂവറീസ് ഉണ്ട്, അവരുമായിട്ട് കരാറുണ്ടാക്കി. അവർ ഇതിലും വലിയ വീരന്മാരാണ്. അവർ ഈ മദ്യം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു കുപ്പി വാങ്ങിയാൽ ഒരു കുപ്പി ഫ്രീ, ഒന്നിനൊന്ന് ഫ്രീ. കേജ്രിവാൾ എന്ത് ചെയ്തു? ആ ഫ്രീ കിട്ടുന്നത് ഞാൻ കാരണമല്ലേ, പോളിസി മാറ്റിയോണ്ടല്ലേ, അതുകൊണ്ട് ആ ഫ്രീയുടെ കാശ് എനിക്കതാ. കോൺട്രാക്ടർമാർ പറഞ്ഞു ഫ്രീയുടെ മുഴുവൻ കാശ് തരാൻ പറ്റില്ല, 10% നമുക്ക് കൺസ്യൂമറിന് കൊടുക്കാം, കുപ്പി വാങ്ങുന്നതിന് വില കുറച്ച് കൊടുക്കാം, 40% ഞങ്ങളെടുക്കും, 50% ചേട്ടന് തരാമെന്നൊക്കെ പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് ഇതാക്കി. ഇതിനിടയ്ക്ക് ഇത് ലീക്കായിട്ട് ഇതെല്ലാം കൂടെ വൻ ബഹളമായി. ഇതിൽ അഴിമതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ പറഞ്ഞു ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് പോളിസി, ഇത് വലിയ പ്രശ്നമായി, പിടിക്കപ്പെടും, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോൾ ഈ കോൺട്രാക്ടർമാരെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് കാശ് കൊടുത്തു. കാശ് വാങ്ങിയെങ്കിലും കേജ്രിവാളിന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അങ്ങനെ പോളിസി ഉണ്ടാക്കാൻ കാശ്, ക്യാൻസൽ ചെയ്യാൻ കാശ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവരിൽ പലരും കേജ്രിവാളിൻ്റെ ശത്രുക്കളായി, ബ്രൂവറീസുകാരടക്കം ശത്രുക്കളായി. കവിതയുടെ ഓഡിറ്റർ ഒരുത്തനുണ്ട്. കവിത അയാളെ കൊണ്ട് ഈ രഹസ്യം മുഴുവൻ പുറത്തുപിടിച്ചു, EDക്ക് കൊടുപ്പിച്ചു. EDയുടെ കയ്യിൽ ക്ലിഞ്ചിങ് എവിഡൻസ് വന്നു. ED ഒന്നരയൊക്കെ പൊക്കി. ഇപ്പം അതിനകത്തെ ഒരു മാപ്പ് സാക്ഷി 5 കോടി രൂപ BJPക്ക് കൊടുത്തിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി എന്നൊക്കെ പറഞ്ഞിട്ട്, ശരി കൊടുത്തു എന്ന് തന്നെ വയ്ക്കുക. അപ്പോഴും ഇവർ ചെയ്ത കുറ്റം തന്നെയാണല്ലോ. അതെ, ഈ മാപ്പ് സാക്ഷി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുറ്റവാളി മഹാനാകുന്നില്ല. മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പ് സാക്ഷി വെറുതെ വിടപ്പെടുന്നൊന്നുമില്ല. പല കേസിലും മജിസ്ട്രേറ്റ് അവസാനം നോക്കിയിട്ട് മാപ്പ് സാക്ഷിക്ക് ചെറിയൊരു ശിക്ഷ ഇളവ് കൊടുക്കും. ശിക്ഷ വാങ്ങും, കാരണം അവൻ കുറ്റക്കാരനല്ലേ. കുറ്റം ഏറ്റുപറയുന്നവനാണ് മാപ്പ് സാക്ഷി. കുറ്റം ഏറ്റുപറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവനെ വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുറ്റം ഏറ്റുപറയും, വെറുതെ വിടും, കിട്ടും. അപ്പോൾ
ഈ കുറ്റാന്വേഷണത്തെ സഹായിക്കാനാണ് മാപ്പ് സാക്ഷിയാകുന്നത്. മാപ്പ് സാക്ഷി ഇത് പറയും, എന്നെ ശിക്ഷിക്കരുത്, ഞാനിതൊക്കെ പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അത് അനുവദിക്കാറില്ല, വെറുതെ വിടുകയൊന്നുമില്ല. ശിക്ഷയിൽ ചെറിയൊരു അളവ് കൊടുക്കും. കാരണം തട്ട് കിട്ടും എന്ന് വന്നപ്പം എങ്കിലും ഇവൻ സത്യം പറഞ്ഞു. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് പോലീസിനെയും നിയമവ്യവസ്ഥയും സഹായിച്ചു. അതുകൊണ്ട് ചെറിയൊരു അളവ് കൊടുക്കുക. അല്ലാതെ മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞാൽ മഹാനൊന്നും ആകുന്നില്ല. ഇതൊക്കെ എന്താണ് ചാനലുകൾ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എവരിബഡി ഈസ് അണ്ടർ ലോ 24 hours. അയാൾ മുഖ്യമന്ത്രിയാവാം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ടാകാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് വെച്ചോ, അപ്പോൾ എന്തു പറയും? തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ മോദിക്ക് ധൈര്യം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരം കിട്ടി സേഫായി കഴിഞ്ഞപ്പോൾ കേജ്രിവാളിന് ഞങ്ങൾ സഹിക്കും ഫാസിസം. ഇത് തന്നെയല്ലേ ബഹളം? തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്താലും തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്താലും ബഹളം ഒന്ന് തന്നെയായിരിക്കും. പിന്നെ എന്തിനാണ് മടിക്കുന്നത്? ആൻഡ് ഹീ ഡസൻ കെയർ. അങ്ങനെ ഇത് നോക്കുക, അങ്ങനെ ഭൂട്ടാനിൽ പോയിരിക്കുക. അങ്ങനെ കേജ്രിവാളിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത് എന്തിനാണ്? അത് നടക്കാനുള്ള ഒരു നടക്കും. അല്ല ടി ജി, ഇത് കേജ്രിവാളിനെതിരെ ആദ്യം അഴിമതി ആരോപണമായിട്ട് വന്നത് കോൺഗ്രസ് പാർട്ടിയല്ലേ? ആണ്. കഴിഞ്ഞ വർഷം ഇപ്പോൾ അജയ് മാക്കൻ്റെ പത്രസമ്മേളനത്തിൽ അജയ് മാക്കൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അജയ് മാക്കൻ പറഞ്ഞു 100 കോടി രൂപ കേജ്രിവാൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ മദ്യനയ അഴിമതിയിൽ, 100 crores. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കേജ്രിവാളിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കും. അതെ അതെ, പ്രിയങ്ക വരെ പറഞ്ഞു ജനാധിപത്യത്തിനേറ്റ പ്രഹരം, ജനാധിപത്യത്തിൻ്റെ കശാപ്പ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരാണെങ്കിൽ എം വി ഗോവിന്ദൻ മോദിയുടെ കോലം കത്തിച്ചു. കത്തിക്കട്ടെ. അത് ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂല് തലപ്പൊക്കും എന്ന് പറയുന്നത്. കേരളത്തിൽ ആപ്പെന്നൊരു പാർട്ടി കൊണ്ട് പോയി എറണാകുളത്ത് അവർ പ്രകടനം നടത്തി. ഇന്നലെ രാത്രി 12 മണിക്ക് ED ഓഫീസിലേക്ക്. അപ്പോൾ ആപ്പിലെ ഞാഞ്ഞൂലുകളെല്ലാം തലപ്പൊക്കിയിരിക്കുന്നു. അല്ല, ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വൃദ്ധനെ മുൻനിർത്തി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ലേ കേജ്രിവാൾ വരുന്നത്? ചെറിയ വീട്, വാഗണാർ കാറിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് അധികാരത്തിൽ ഏറ്റെടുത്ത് വന്നപ്പോൾ 44 കോടി രൂപയ്ക്കാണ് ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഏറ്റവും അധികം ചീത്ത കേട്ടിട്ടുള്ളത് ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുമായിട്ട് നല്ല റിലേഷൻ പുലർത്തുന്നു, അൺഈക്വൽ റിലേഷനാണ്. അങ്ങനെ ഒരു വലിയ ഗ്രേറ്റ് മനുഷ്യൻ. എനിക്ക് പണ്ട് പുള്ളി ഒരു ഹീറോ ആയിരുന്നല്ലോ എമർജൻസിക്ക് ശേഷം, അങ്ങനെയുള്ളൊരു അടുപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങേര് മോദിയെ കുറ്റം പറയും, അതൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പുള്ളിയുടെ കമ്പനി ഞാൻ പറഞ്ഞു, അങ്ങേര് വലിയൊരു മനുഷ്യൻ, അങ്ങേര് ആരുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിലേഷൻ എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പുള്ളി യുദ്ധം ചെയ്യുന്നവരോട് ഞാനും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ പുള്ളിയുമായിട്ട് യുദ്ധം ഇതൊക്കെ ഞാൻ നിസ്സാരനാണ്. ബട്ട് വൺ തിങ് ഐ വിൽ ടെൽ യു, ഈ കേജ്രിവാളിൻ്റെ അണ്ണാ ഹസാരെ സമരം നടക്കുമ്പോൾ ഒരു തവണ ഞാൻ ഡൽഹിയിൽ പോയി. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, സാർ, RSSകാരൻ, പ്രമുഖ RSSകാരനാണ് എസ് ഗുരുമൂർത്തി. അറിയാമല്ലോ, തുഗ്ലക്കിൻ്റെ എഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ട്, ഇവിടെ പാർട്ടിയാണ്, RBIയുടെ ഡയറക്ടർ ബോർഡിലൊക്കെയാണ്. ഗുരുമൂർത്തി ഈ പന്തലിൽ പോയി, റാം മാധവ് ഈ പന്തലിൽ പോയി, ഗോവിന്ദാചാര്യ ഈ പന്തലിൽ പോയി, ബാബാ രാംദേവ് പോയി. സാറ് വലിയ ആൻറ്റി കറപ്ഷൻ പുള്ളിയാണല്ലേ ഇതൊക്കെ എടുത്ത് പുറത്തിട്ടത്, നാഷണൽ ഹെറാൾഡ് കേസ്, അത് ഇതൊക്കെ സോണിയാഗാന്ധി ജാമ്യത്തിലൊക്കെ എടുപ്പിച്ച വീരനാണ്. പുള്ളി അനങ്ങുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് സാറ് പോകുന്നില്ല? ഈവൻ ഐ ഫീൽ ലൈക്ക് ഗോയിങ് ദർ. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷം നോക്കി പോയാലോ രാംലീല മൈതാനിൽ എന്ന് തോന്നിപ്പോകുന്നു അതിൻ്റെ ഫ്ലോയിൽ. പുള്ളി അക്ഷോഭ്യനായിട്ട് എന്നോട് പറഞ്ഞു, കേജ്രിവാൾ ഈസ് എ ഫ്രോഡ്, ഐ വിൽ നോട്ട് ഗോ ദർ. ഞാൻ പറഞ്ഞു, സാർ ഇത്രയും പേരൊക്കെ പോയി, ഓഫ് എവരിബഡി ഗോവിന്ദാചാര്യ അങ്ങനെ വെറുതെ പോവില്ല. പുള്ളി പറഞ്ഞു, ഗോവിന്ദാചാര്യ ഡിഡിൻ കൺസൾട്ട് മീ ബിഫോർ ഗോയിങ് ദർ. എന്നെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ആ ചെറുക്കൻ കള്ളനാണ്, പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സ്വയം പോയ ആളിനോട് പോകരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സ്വാമിക്കില്ല. സ്വാമി പറഞ്ഞു, ഞാൻ പോവില്ല, ആ ചെറുക്കൻ കള്ളനാണ്, ടേക്ക് ഇറ്റ് ഫ്രം മീ, ഹീ ഈസ് നമ്പർ 1 ഫ്രോഡ്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അന്ന് കേജ്രിവാൾ ഫ്രോഡാണെന്ന് ഞാനോ സ്വാമിയോ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കവളം മടൽ വെട്ടി ഞങ്ങളെ അടിക്കുമായിരുന്നു. ബട്ട് ആ വൃദ്ധൻ പറഞ്ഞത് ഇന്നിപ്പോൾ ശരിയാവും. അങ്ങനെ അന്നും മിണ്ടിയൊന്നുമില്ല, കേജ്രിവാളിനെതിരായിട്ട് പറയാനും പോയില്ല, അണ്ണാ ഹസാരയെ പറ്റി ഒന്നും മിണ്ടിയില്ല, ആ പന്തലിൽ പോയില്ല. പന്തലിൽ പോകാതെ ശ്രദ്ധേയനായ ആളാണ് സുബ്രഹ്മണ്യൻ സ്വാമി. ഈ അണ്ണാ ഹസാരയും കേജ്രിവാളും നടത്തിയ സമരത്തിൻ്റെ ഗുണഭോക്താവല്ലേ BJP? ആണ്. അതൊരു സത്യമാണ്. മൊത്തത്തിൽ ഒരു ആൻറ്റി കറപ്ഷൻ മൂഡ് വന്നു കഴിഞ്ഞപ്പോൾ
അതിൻ്റെ ഗുണം BJPക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ കെജ്രിവാൾ BJPയുടെ B ടീമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഇതുണ്ട്. ഈ ഒരു 2010-11 സമയത്ത് കേജ്രിവാളിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ എടുത്ത് നോക്കുക. കേജ്രിവാൾ RSS പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സ്വദേശി എക്കണോമിക്സ് ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. IRSൽ നിന്ന് VRS എടുത്തവനാണ് കേജ്രിവാൾ. കേജ്രിവാൾ ആദ്യം തുടങ്ങുന്നത് തൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള 1.5 കിലോമീറ്റർ റോഡ് അത് റിപ്പയർ ചെയ്യാതെ കിടക്കുന്നു. വിവരാവകാശ നിയമം കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് 2 തവണ ഈ റോഡ് റിപ്പയർ ചെയ്തിട്ട് ബില്ല് പാസ്സായിരിക്കുന്നു. റോഡ് റിപ്പയർ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് കേജ്രിവാൾ വരുന്നത്. അത് നല്ല ആത്മാർത്ഥയോടെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ദിസ് ഫെലോ ക്യാൻ ബി യൂസ്ഡ് എഗൻസ്റ്റ് ഹിന്ദുത്വ. അങ്ങനെ മാക്സസെ അവാർഡ് കൊടുത്ത് പിടിച്ചു. ഇവ പെട്ടെന്ന് വലുതായി ഇവനെ അവരങ്ങ് കൈക്കലാക്കി. അതർവൈസ് എൻ്റെ വിലയിരുത്തൽ ചതിക്കാൻ ഉദ്ദേശിച്ചല്ല അവൻ അണ്ണാ ഹസാരെയുടെ കൂടെ കൂടിയത്. പക്ഷെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചതിച്ചാൽ ഇതിൽ കവിഞ്ഞ പൊസിഷനിലേക്ക് ഞാൻ വരും. അങ്ങനെ വരികയും ചെയ്തു. അണ്ണാ ഹസാരെ പാവം ഹാർമോണിയം പെട്ടിയൊക്കെ തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് പോവുകയും ചെയ്തു. നോ, ഹീ ഈസ് എ വെൽ ഇൻറ്റൻഷൻ മാൻ അണ്ണാ ഹസാരെ. അങ്ങനെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പിന്നെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഒരാൾ ഒരു കാര്യത്തിന് സമരം ചെയ്തു. ഉടനെ അയാളോട് ചോദിക്കും, നിങ്ങൾ ഇതിന് ചെയ്യാതെ എന്താ, അതിന് ചെയ്യാൻ മറ്റതിന് ചെയ്യാൻ എന്താ, ഇങ്ങനെ കുറ്റം പറയും. നമ്മുടെ നാട്ടിൽ അതിന് വലിയൊരു വിക്റ്റിമായിരുന്നു സുഗതകുമാരി. സുഗതകുമാരി സിംഹവാലൻ കുരങ്ങിൻ്റെ കാര്യത്തിൽ ഇടപെട്ടല്ലോ. എന്തായിരുന്നു പ്രോജക്റ്റ്? സൈലൻറ്റ് വാലി പ്രോജക്റ്റ്. ഇത് ഇടപെട്ടതോടെ ആൾക്കാർ വെലങ്ങൻ കുന്ന് സമരം, അങ്ങനെ അട്ടപ്പാടി സമരം, ഇത് ഒരുപാട് ഇതെല്ലാം സുഗതകുമാരിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ വന്നില്ലല്ലോ, അവിടെ വന്നില്ലല്ലോ, മറ്റത് വന്നില്ലല്ലോ. അവർ പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക, ഇതൊക്കെ എൻ്റെ തലയിൽ വയ്ക്കുന്നത് എന്താ. അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ ഒരു കാബറെ ഡാൻസർ, ഒരു പെൺകുട്ടി ഓപ്പൺ ലെറ്റർ അയച്ചു സുഗതകുമാരിക്ക്. ഐ തിങ്ക് മാതൃഭൂമിയിലോ മലയാള നാട്ടിലോ ആണ് വന്നത്. അവർ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാനിതിനകത്ത് പെട്ടുപോയി ഈ വ്യഭിചാരശാലയിൽ, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വാചകം അടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ശരി, ഇത് പ്രസിദ്ധീകരിച്ചു വന്നു. സുഗതകുമാരി അതിന് മറുപടി എഴുതി. ആസുരവാദ്യങ്ങളുടെ നടുവിൽ നൃത്തം ചെയ്യുന്നവളെ, നിന്നെ സംരക്ഷിക്കാനുള്ള പാങ് എനിക്കില്ല. ഞാൻ പാട്ടുപാടി നടക്കുന്ന കവയിത്രിയാണ്. എന്നാൽ പോലും നിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് മറുപടി എഴുതി. അത് കഴിഞ്ഞിട്ടാണ് അവർ അഭയ തുടങ്ങുന്നത്. അഭയ തുടങ്ങിയപ്പോൾ അവിടെ അഴിമതി ആരോപണം വന്നു. അവർ കള്ളത്തരം കാണിച്ചു. ഇന്നും എന്തെല്ലാം ദ്രോഹിച്ചു. അപ്പം ഒരാളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ അഴിമതിയും അയാൾ പിടിച്ചോളണം. എന്നെ വിളിച്ച് പലരും ചോദിക്കാറുണ്ട്, സാർ ഈ വീഡിയോയിൽ BJPയെ ഉപദേശിക്കുന്നുണ്ടല്ല, ഇത് ചെയ്യാത്തെന്താ, അത് ചെയ്യാത്തെന്താ, ആറ്റം ബോംബ് ഇടാത്തെന്താ പാകിസ്ഥാനിലെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഫയർ ചെയ്യും ഫോണിൽ വിളിച്ചിട്ട്. പിന്നെ എന്ത് ചെയ്യാണ് സാറ് പറഞ്ഞാൽ പോരാ, ഇറങ്ങി പ്രവർത്തിക്കണം. എവിടെ പ്രവർത്തിക്കാൻ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ പുതിയൊരു BJP തുടങ്ങാം. അല്ല, ഇപ്പം എന്ത് ചെയ്യും? അല്ല, അത് എപ്പോൾ തീരും? ഞാൻ പറഞ്ഞൊരു 10-35 വർഷം. അപ്പോഴത്തേക്ക് സാറ് ചത്തുപോകില്ലേ? പോകും. എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളെ ആജ്ഞാപിച്ചാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കും. ഇതുപോലെ സകല കാര്യവും അണ്ണാ ഹസാരെ ചെയ്യണം എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് കൊണ്ടുവന്ന് അങ്ങേരെ സൈലൻ്റാക്കി. ബട്ട് കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, പീപ്പിൾ ഹൂ വെർ നോയിങ് തിങ്സ് ന്യൂ ദാറ്റ് ഹീ ഈസ് എ ഫ്രോഡ്. ആൻഡ് അറ്റ്ലീസ്റ്റ് പേഴ്സണലി ഞാനതിന് വിറ്റ്നസ്സാണ്. അദ്ദേഹം ഫ്രോഡാണെന്ന് സ്വാമി. വളരെ കൗതുകരമായ ഒരു പ്രസ്താവന. ഈ അതിഷി എന്നൊരു മന്ത്രി ഉണ്ടല്ലോ, അവരിപ്പം കെജ്രിവാൾ ഒരു നമ്പർ 2 എന്ന നിലയിൽ സിസോദിയെ പോയല്ലോ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൗതുകരമായിട്ട് തോന്നി. കെജ്രിവാൾ ജയിലിൽ കിടന്നാലും മുഖ്യമന്ത്രിയായിട്ട് നയിക്കും. അതെങ്ങനെ പറ്റും? അത് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വകുപ്പ് ഒന്നെടുത്ത് നോക്കാം. മന്ത്രിസഭാ യോഗം കൂടണ്ടേ? അല്ല, മന്ത്രിസഭാ യോഗം ജയിലിൽ കൂടാൻ പറ്റുമോ? അല്ല, മന്ത്രിസഭാ യോഗം കൂടിയില്ല എന്ന് വെച്ചോ, എന്താ കാശ് ഇടിഞ്ഞു വീഴാനാണ്? മന്ത്രിസഭാ യോഗം ഇങ്ങനെ റെഗുലർലി കൃത്യമായിട്ട് കൂടണമെന്നൊക്കെ നിയമമുണ്ടോ? ഇപ്പോൾ എങ്ങനെ ഇല്ലെന്ന് എനിക്ക് ഭരണം നോക്കൂ. ഇപ്പോൾ കേജ്രിവാളിന് ഏറിയാൽ ഒരാഴ്ച, അത് കഴിയുമ്പോൾ ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഈ മനീഷ് സിസോദിയെ പോലെ പെട്ടുപോയി കഴിഞ്ഞാൽ ഹി മേ ഹാവ് ടു ഗിവ് ചാർജ് ടു സംബഡി എൽസ്. അത് ചെയ്യേണ്ടി വരും. കാരണം ജയിലിൽ ഇരുന്നുകൊണ്ട് ക്യാബിനറ്റ് കൂടാനൊന്നും പറ്റില്ല. അതൊക്കെ സ്വപ്നമാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. ജയിലിൽ വെച്ച്
എങ്ങനെയാണ് അത് ഇപ്പോൾ? എനിക്ക് തോന്നുന്നു ഈ അറസ്റ്റിന് വലിയ നാടകമാക്കാൻ കെജ്രിവാൾ ആലോചിക്കുന്നു തോന്നുന്നു. കാരണം കോടതിയിൽ നിന്ന് 2 മണിക്ക് ഹാജരാകുമ്പോൾ പെറ്റീഷണർ ഇൻ പേഴ്സൺ നേരിട്ട് വാദിക്കാനാണ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യമാണ്, വാദിച്ചോട്ടെ. രാജ്യം മുഴുവൻ കാണുമല്ലോ. രാജ്യം മുഴുവൻ കാണുക. പെറ്റീഷണർ ഇൻ പേഴ്സൺ വാദിക്കുന്ന ഒരാൾ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അങ്ങനെ വക്കീലല്ല, അങ്ങനെ എല്ലാം പെറ്റീഷണർ ഇൻ പേഴ്സണാണ് വാദിക്കുന്നത്. ആ വാദിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. എൻ്റെ കേസ് ഞാൻ വാദിക്കാമെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് ഹൈക്കോടതിയിൽ വാദിക്കുന്നു. അതെ അതെ, പാർട്ടി ഇൻ പേഴ്സൺ ഞാൻ കണ്ടിട്ടുണ്ട്. പാർട്ടി ഇൻ പേഴ്സൺ സുപ്രീം കോടതിയിൽ വാദിക്കുന്നവരുണ്ട്. അവർ ഹിന്ദിയിലേ വാദിക്കുകയുള്ളൂ അവർ. ഇപ്പം ഞാൻ കോർട്ട് ഹാളിലുള്ളപ്പോഴാണ് സുപ്രീം കോടതി അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാദിക്കാൻ പറ്റുമോ? ഇല്ല സാർ, എനിക്ക് ഹിന്ദി അറിയാവുള്ളൂ. അപ്പോൾ KM ജോസഫ് ബെഞ്ചിലിരിപ്പുണ്ട്. KM ജോസഫിനോട് ഇദ്ദേഹം ചോദിക്കുന്നു, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി? അപ്പോൾ KM ജോസഫ് പറഞ്ഞു, ഐ ഹാവ് വർക്കിംഗ് നോളജ് ഇൻ ഹിന്ദി, നോട്ട് ബിയോണ്ട് ദാറ്റ്. ഒരു നിയമമൊക്കെ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ KM ജോസഫ് മലയാളിയാണ്, അദ്ദേഹത്തിന് കാം ചലാവോ ഹിന്ദി അറിയാം, ഹിന്ദിയൊക്കെ മനസ്സിലാവുകയും ചെയ്യും, പക്ഷേ നിയമപ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഹിന്ദി അറിയാവുന്ന ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് നിങ്ങളുടെ കേസ് പോസ്റ്റ് ചെയ്യാം. ഇയാൾ പറഞ്ഞു ശരി. അങ്ങനെ വേറെ ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾ പോസിബിൾ. പാർട്ടി ഇൻ പേഴ്സൺ കേജ്രിവാളിന് വാദിക്കാം. ഒൺലി തിങ് ലോ പോയിൻ്റ് വാദിക്കണം. ഇവർക്കെല്ലാം പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പൊളിറ്റിക്സ് വാദിക്കും. ഇപ്പോൾ ഈ സുനിൽ എന്നോട് പറഞ്ഞില്ലേ, മര്യാദയാണ് ഇതെന്നൊക്കെ ചോദിക്കും. ഇതേ മറുപടി ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജഡ്ജി പറഞ്ഞു എന്ന് വരില്ല, മനസ്സിലിങ്ങനെ മര്യാദയൊക്കെ വിട്, നിയമം പറ, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അവസാനം എഴുതി കഴിയുമ്പോൾ ബെയിൽ റിജക്റ്റഡ്, ഒറ്റവരി. കാരണം ബെയിൽ ഡിസ്ക്രിപ്ഷനാണെന്ന് അതുപോലും ഈ കേജ്രിവാളിനെ അറിഞ്ഞുകൂടാ. ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പ്രത്യേകിച്ച് PMLA കേസിൽ ബെയിൽ കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ഏതായാലും ED വിളിച്ചിട്ട് പോവാതെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ട്. തോമസ് ഐസക്. പുള്ളി രക്തസാക്ഷി ആവാൻ തയ്യാറായിരിക്കും. വരുമോ ED? അല്ല, ED ഡോക്ടറെ തേടി പോയി ഹാജരായിട്ട് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുമോ, ഞാൻ തിരഞ്ഞെടുപ്പിലൊന്ന് ഷൈൻ ചെയ്തിട്ട് അവരെ അറസ്റ്റും ചെയ്യും. ഈ അറസ്റ്റ് വെച്ചൊന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമെന്ന് നോക്കണ്ട. അതൊക്കെ പഴയ കാലമായിരുന്നു. ഈ ജയിലിൽ കിടന്ന് മത്സരിക്കും. ഞാൻ പറയുന്നത് ഇവർ ജയിലിൽ കിടന്ന് മത്സരിക്കുന്ന പറഞ്ഞാൽ ഇത് സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ കോഴിക്കട്ടതിനാണ് ഈ ജയിലിൽ പോയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരം നടത്തിയതൊന്നുമല്ല. ജയിലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് ജോർജ് ഫെർണാണ്ടസ് ജയിലിലായിരുന്നു. 6 ലക്ഷം വോട്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ജോർജ് ഫെർണാണ്ടസിനായിരുന്നു. പക്ഷേ അതൊരു കോസിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ മദ്യനയാഴിവ് നടത്തിയിട്ടല്ല ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ പോയത്. അതുകൊണ്ട് ജയിലിൽ പോയവനെല്ലാം മഹാനാകുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതെ അതെ. ഏതായാലും തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി, നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ED നമ്മുടെ പൊളിറ്റിക്കൽ ഹൊറൈസണിൽ ഒരു വെള്ളിടി. ഞാനിത് പറയുന്നത്, ഒന്ന്, ഈ കാർന്നോരെ ഇവർ ബുദ്ധിശൂന്യൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ടെസ്റ്റ് ചെയ്യപ്പെടും. അല്ല, ഞാനും കരുതിയെന്നറിയോ, ഇപ്പോൾ BJPയോട് അടുപ്പമുള്ളവർ തന്നെ പറയുന്നുണ്ടല്ലോ, 2-3 പേര് എന്നെ വിളിച്ചിട്ട് പോകുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ മണ്ടത്തരം കാണിക്കാമോ, സഹതാപം അയാളുടെ ഭാഗത്തേക്ക് പോകില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ BJPക്കാരല്ലേ, ഞാൻ ഫുൾ ടൈം BJP ഒന്നുമല്ല, നിങ്ങൾ BJPക്കാരാണല്ലോ, മോദി ഭക്തരാണല്ലോ, മോദിക്ക് ഇത് അറിഞ്ഞുകൂടാത്തതാണോ? ഇതിങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഹതാപം അപ്പുറത്ത് പോകുന്നൊക്കെ. അല്ല, അത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മോദി ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല. ഞാൻ പറയും, നിങ്ങൾ മോദിയേക്കാൾ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങളാണ് പ്രധാനമന്ത്രി ആവുന്നത്. സോ ഹാവ് സം ട്രസ്റ്റ് ഇൻ ദാറ്റ് മാൻ സ്ട്രാറ്റജി. ഈ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്നൊക്കെ പറയും. ചിലപ്പോൾ ശരി പാളിപ്പോവും, എന്ത് ചെയ്യും? പോയി. അല്ല, ഞാൻ വിചാരിച്ചിരുന്നതെന്നറിയോ, തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇത്തരം നടപടികളൊന്നും ഉണ്ടാവത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് നിയമവാഴ്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നു, അതുകൊണ്ട് ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിക്കില്ലേ? തെരഞ്ഞെടുപ്പാണ്, പിടിക്കരുതെന്ന് പറയും. ഇതെന്ത് പരിപാടി? ഏതായാലും 2 മണിക്ക് കെജ്രിവാൾ കോടതിയിൽ വരികയാണ്. നമുക്ക് അതിനുശേഷം ഒരു പക്ഷേ പറ്റിയാൽ ഒന്നുകൂടി ഇരിക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.